ഹലോ ഗൈസ്, നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് സ്കാൻഡിനേവിയൻ രാജ്യങ്ങളും അവയുടെ തലസ്ഥാനങ്ങളാണ്. ഇപ്പോൾ സ്കാൻഡിനേവിയൻ രാജ്യങ്ങൾ നമുക്ക് സിമ്പിളായിട്ട് ഒരു കോഡ് ഉപയോഗിച്ച് പഠിക്കാം. ഫൈൻസ്. എഫ് ഫിൻലൻഡ്, ഐ ഐസ്ലാൻഡ്, എൻ നോർവേ, ഡി ഡെൻമാർക്ക്, എസ് സ്വീഡൻ. എഫ് ഫിൻലൻഡ്, ഐ ഐസ്ലാൻഡ്, എൻ നോർവേ, ഡി ഡെൻമാർക്ക്, എസ് സ്വീഡൻ. നെക്സ്റ്റ്, സ്കാൻഡിനേവിയൻ രാജ്യങ്ങളുടെ തലസ്ഥാനങ്ങൾ. ഫിൻലൻഡ് ഹെൽസിങ്കി, ഐസ്ലൻഡ് റെയ്ക്ജാവിക്, നോർവേ ഓസ്ലോ, ഡെൻമാർക്ക് കോപ്പൻഹേഗൻ, സ്വീഡൻ സ്റ്റോക്ക്ഹോം. ഫിൻലൻഡ് ഹെൽസിങ്കി, ഐസ്ലൻഡ് റെയ്ക്ജാവിക്, നോർവേ ഓസ്ലോ, ഡെൻമാർക്ക് കോപ്പൻഹേഗൻ, സ്വീഡൻ സ്റ്റോക്ക്ഹോം. ഫിൻലൻഡിൻ്റെ തലസ്ഥാനമാണ് ഹെൽസിങ്കി. ഹെൽസിങ്കിക്ക് ഒരു ഇമ്പോർട്ടൻ്റ് പ്രത്യേകതയുണ്ട്. 1952 ഒളിമ്പിക്സിൻ്റെ വേദിയാണ് ഹെൽസിങ്കി. ഈ ഒളിമ്പിക്സിലാണ് സ്വാതന്ത്ര്യശേഷം ഇന്ത്യക്ക് ആദ്യമായിട്ട് ഒളിമ്പിക്സിൽ വ്യക്തിഗത മെഡൽ ലഭിക്കുന്നത്. വ്യക്തിഗത മെഡൽ നേടിയ വ്യക്തിയാണ് ആര്? കെ.ഡി. ജാദവ്, റെസ്ലിംഗ് ഓർ ഗുസ്തി വെങ്കല മെഡൽ. 1952 ഹെൽസിങ്കി ഒളിമ്പിക്സ്, കെ.ഡി. ജാദവ് റെസ്ലിംഗ് ഓർ ഗുസ്തിക്ക് വെങ്കല മെഡൽ ലഭിച്ചു. എന്നാൽ സ്വാതന്ത്ര്യശേഷം ഇന്ത്യക്ക് ആദ്യമായി മെഡൽ ലഭിച്ച ഒളിമ്പിക്സ് ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അതിൻ്റെ ആൻസർ 1948 ലണ്ടൻ ഒളിമ്പിക്സ് ആണ്. ലണ്ടൻ ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് ടീമിനത്തിൽ ഹോക്കിയിൽ ഒരു സ്വർണ്ണ മെഡൽ ലഭിച്ചായിരുന്നു. എന്നാൽ ഒളിമ്പിക്സ് ചരിത്രത്തിലാദ്യമായി ഇന്ത്യക്ക് ആദ്യമായി മെഡൽ ലഭിച്ചത് 1900 പാരീസ് ഒളിമ്പിക്സിലാണ്. അതായത് രണ്ടാമത്തെ ഒളിമ്പിക്സിൽ. അന്ന് നോർമൻ പ്രിച്ചാർഡ്, അദ്ദേഹത്തിന് 2 വെങ്കല മെഡൽ ലഭിച്ചു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.